പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മഹാന്മാരായ മനുഷ്യർ പണ്ടുകാലത്ത് എഴുതി വച്ചിട്ടുള്ള സാരോപദേശ കഥകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ കഥയുടെ പേര് നായയുടെ പൊങ്ങച്ചം. ഒരിക്കലൊരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു വീട്ടുടമ ഒരു നായ്ക്കുട്ടിയെ ഓമനിച്ച് വളർത്തിയിരുന്നു. പക്ഷെ വളരുംതോറും അത് മഹാവികൃതിയായി കാണപ്പെട്ടു. വീട്ടുകാരെയും വിരുന്നുകാരെയും വഴിപോക്കരെയും അത് ഓർക്കാപ്പുറത്ത് ചെന്ന് കടിക്കുമായിരുന്നു. പൊറുതിമുട്ടിയ ഉടമ അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. അയാൾ നായയുടെ കഴുത്തിൽ ഒരു മണി കെട്ടിക്കൊടുത്തു. നായയുടെ വരവറിഞ്ഞ് ആളുകൾ കൊഴിഞ്ഞു മാറാൻ സാധിക്കുമല്ലോ. കഴുത്തിൽ മണി കെട്ടിയപ്പോൾ നായയ്ക്കും വളരെ സന്തോഷമായി. അങ്ങനെ ചന്തസ്ഥലത്ത് നടക്കെ ഒരു വൃദ്ധനായ നായ ചോദിച്ചു, "നീ ഇത്രയേറെ സന്തോഷവാനായി തുള്ളിച്ചാടുന്നത് എന്തിനാണ്?" "എടോ കിഴവൻ നായേ, തൻ്റെ മുഖത്ത് എന്തിനാണ് ഈ കണ്ണുവച്ചിരിക്കുന്നത്? മറ്റുള്ള നായകൾക്കൊന്നുമില്ലാത്ത ഈ അംഗീകാര മുദ്ര കണ്ടില്ലേ?" കഴുത്തിലെ മണി കിലുക്കിക്കൊണ്ട് വികൃതിപ്പട്ടി ചോദിച്ചു. "വിഡി," കിഴവൻ നായ പറഞ്ഞു, "ഈ നായയ്ക്ക് ആളെ കടിക്കുന്ന ദുശീലമുണ്ടെന്നാണ് നിന്റെ കഴുത്തിലെ മണി വിളിച്ചു പറയുന്നത്. ഇനി നിനക്ക് ആരെയും കടിക്കാൻ പറ്റുകയില്ല. ആരും നിനക്ക് ഭക്ഷണവും തരില്ല." കഥ കേട്ടില്ലേ കൂട്ടുകാരെ? എന്താണ് ഈ കഥയുടെ സന്ദേശം? വിഡ്ഢികൾക്ക് പൊങ്ങച്ചത്തിന് വക നൽകി ബുദ്ധിമാന്മാർ ശല്യമൊഴിവാക്കുന്നു.